ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും എല്ലാവിധ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രസന്ന, ജയാനില്, ജഗദമ്മ, രുക്മിണി മോഹൻ, ഗീതാ നായർ, പ്രശോഭ വിജയൻ, ബിന്ദു പ്രസന്നൻ, രാധികാദേവി, രാജമ്മ, നിർമ്മല രമേഷ്, അമൽ സുമ മൈലക്കാട്, പ്രമിള സുനല്, ഇന്ദിരാദേവി, കല, എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും ഒക്കെ ഉണ്ടാകണം. എല്ലാവരെയും ഭഗവാൻ സമർപ്പിക്കുന്നു. എല്ലാവരുടെ കമൻസുകളും ഭഗവാൻ അർപ്പിച്ചു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് ഭാഗവതം നോക്കാം മക്കളെ. നമ്മൾ ഭഗവാൻ ഇങ്ങനെ ഉദ്ധവർക്ക് ഒരു ഭിക്ഷുഗീതയെ പറ്റിയാണ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു മനുഷ്യന് എന്തായി തീരണം, മരണം വിഴുങ്ങും, അത് വിഴുങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ ജനിച്ചാൽ എന്താ വേണ്ടേ? മോക്ഷം വേണം. ഇതിന് വേണ്ടുന്ന കഥകളാണ് ഭിക്ഷുഗീതയിൽ കൂടി നമുക്ക് തരുന്നത്. അവിടെ ഉദ്ധവർ നമ്മളാണെന്ന് മനസ്സിലാക്കണം, നമ്മൾ എങ്ങനെ ആയിത്തീരണം, ഇതൊക്കെയാണ് ഇതിൽ പറയുക. നമുക്കത് വായിക്കാം. നമുക്ക് സ്വല്പം കയറ്റി വായിക്കാം. അർത്ഥത്താൽ ചിലർ പുണ്യം ചെയ്തു ദേവനാകുന്നു, മാനുഷജന്മമതും സ്വാർത്ഥവും ത്യജിച്ചിട്ടങ്ങൂനഹീനമാം നല്ല ഗതിയെ ചേരും ചിലര് സ്വാർത്ഥം ത്യജിച്ചിട്ട് നല്ല ഗതിയെ ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? അർത്ഥത്താൽ നാം പുണ്യം ചെയ്യണം. നമുക്ക് ധനം കൊണ്ട് എന്തെങ്കിലും വേണ്ടുന്നവർക്ക്, അത്യാവശ്യം വിഷമിക്കുന്നവർക്കൊക്കെ നമ്മൾ അറിഞ്ഞ് ചെയ്യണം. ദേവനായാലും ഋഷിമാർക്കായാലും ആർക്കായാലും അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഈ രീതിയിലൊന്നും മുന്നോട്ട് പോവില്ല. സ്വാർത്ഥം കൊണ്ടിരുന്ന ഒരു നന്മയും കിട്ടത്തില്ല. നല്ല ഗതിയെ ചേരണമെങ്കിൽ നിസ്വാർത്ഥമായ സ്നേഹം വേണം. ആപത്തിൻ ഭവനമാ അർത്ഥത്തിങ്കലേ നിന്ന് ദേവ ഋഷി പൃഥു ഭൂതജനങ്ങൾ മറ്റുള്ളവർക്കും വീതിച്ചിടഞ്ഞാൽ അധപ്പതിച്ച് വെറുതെ പോവും. അങ്ങനെ നമ്മൾ ചെയ്തില്ല എന്തുവരും? അധപ്പതനം ഉണ്ടായിപ്പോകും. ഒന്നും നിലനിൽക്കത്തില്ല. എത്ര വാരി കൂട്ടിയാലും ഒരു വെള്ളപ്പൊക്കത്തിലോ എങ്ങനെ ഒലിച്ചു പോകും, നമ്മൾ പോലും അറിയില്ല. എങ്ങനെയാ പോകുന്നതെന്ന് ദൈവത്തിനേ അറിയൂ. നമ്മൾ ഇങ്ങനെ ചെയ്യാഞ്ഞാൽ, ധർമ്മം ചെയ്യാഞ്ഞാൽ. ഉത്തമ കുശലന്മാർ സർവവും ഉപേക്ഷിച്ചും മുക്തിയെ സാധിക്കുന്നു. അപ്പോൾ ഉത്തമ കുശലന്മാർ, അറിവുള്ള ജ്ഞാനികൾ എന്ത് ചെയ്യുന്നു? ഇത് മനസ്സിലായിട്ട് സർവവും ഉപേക്ഷിക്കും. ഒന്നും വേണ്ട, എനിക്ക് മുക്തനായാൽ മതി, എല്ലാത്തിൽ നിന്നും വിരമിച്ചിട്ട് മുക്തിയെ സാധിക്കണം. അതാണ് നമുക്ക് ജനിച്ചാൽ അത് വേണം. നമ്മൾ മനുഷ്യജന്മം എടുക്കുന്ന അതിനാണ്. അല്ലെ പിന്നെ മൃഗങ്ങളായിട്ടൊക്കെ വന്നാൽ പോരെ. അതുകൊണ്ട് മുക്തിയെ സാധിക്കുന്നു ആരാണ്? ഉത്തമ കുശലന്മാർ, ബുദ്ധിയുള്ള വിദ്വാൻമാർ. എന്നാലോ മൂഢരെന്ത് ചെയ്യുന്നു? സാധിക്കയില്ല, അറിവില്ല. അജ്ഞാനികളല്ലേ, എന്ത് വാരി കൂട്ടണമെന്നേ അറിയൂ. വിജ്ഞാനം, കാരണം ഇതൊന്നും എന്ത് ചെയ്യണമെന്നോ ആർക്ക് നന്മ എന്താണെന്നോ ഒരു അറിവുമില്ല. അവരെന്തെങ്കിലും അന്നന്ന് പോയി കൊണ്ടുവന്ന് പിടിച്ചു കൊണ്ട് ലോഭം ആർക്കും കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ വിപ്രൻ്റെ കഥ, ഇങ്ങനെയാണ്. അതുകൊണ്ട് മൂഢന്മാർ ഇത് സാധിക്കയില്ല. അതിനാൽ അർത്ഥത്തിനാൽ വിദ്വാനും വൃഥാ ക്ലേശം ഭവിച്ചിടുന്നു. സുഖത്തിങ്കൽ ഇച്ഛയാ തന്നെ കേവലാത്മാവ് തൻ്റെ മായ മോഹത്താൽ നൂനം കേവലജ്ഞാനം ഉള്ളിലേതുമില്ലാകയാലേ. നമ്മളെ ഉള്ളത്തിൽ അറിവില്ലെങ്കിൽ നമ്മളിങ്ങനെ ആയിപ്പോകും. അർത്ഥത്തിനാൽ വിദ്വാനും വൃഥാ ക്ലേശം വരുന്നു. അർത്ഥം എത്ര ഉണ്ടെങ്കിലും ഒരു വിദ്വാനായാലും ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഇങ്ങനെ ചെയ്താലേ നന്മയുള്ളതെന്ന് ഒരു വിദ്വാൻ അറിയാം. വിദ്വാൻ ഇതൊക്കെ പഠിച്ച ആളാ, പക്ഷേ ചെയ്യത്തില്ല. അർത്ഥത്തിനാൽ വിദ്വാനും വൃഥാ ക്ലേശം ഭവിച്ചിടുന്നു. അദ്ദേഹം ഈ പുറമേയുള്ള സുഖത്തിൽ തന്നെ മുഴുകിയിരിക്കുന്നു. വിശപ്പും ദാഹം വളരെ അറിയുന്നില്ല. ആർക്ക് കൊടുക്കണമെന്നും ദാനം ചെയ്യണമെന്നും അറിയില്ല. ഈ ബ്രാഹ്മണൻ, ഈ സത്തമൻ അങ്ങനായിരുന്നു, ഈ വിപ്രൻ. അതുകൊണ്ട് കേവലാത്മാവ് തൻ്റെ മായാമോഹത്താലാണ്. ഈ ലോകത്തിൻ്റെ മായൽപ്പെട്ട് കിടന്ന ആർക്കും ഒന്നും കൊടുക്കാൻ തോന്നില്ല. കിട്ടിയത് പോരാന്ന് തോന്നും.
മായ വിട്ടു മാറുമ്പോഴേ നമുക്ക് എല്ലാവരും തുല്യമായി കാണാനും വിശപ്പിൻ്റെ വേദന അറിയാനും മറ്റുള്ളവരുടെ വേദനയും വിഷമമൊക്കെ നമ്മൾ അറിയുന്നത് എന്താ, നമ്മളെ മായ നമ്മളിൽ നിന്ന് പോകണം. എല്ലാവരും ഒന്നായി കാണണമെങ്കിൽ നമുക്ക് ഈശ്വരങ്കിലേക്ക് ഉള്ള ഒരു അറിവ് ഉണ്ടാകണം, ആ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അത് നിസ്വാർത്ഥമായ സ്നേഹം കൊണ്ടേ നടക്കൂ. അതുകൊണ്ട് കേവലാത്മാവ് തൻ്റെ മായാമോഹത്താൽ നൂനം, കേവല ജ്ഞാനം ഉള്ളിൽ ഏതും ഇല്ലാകയാൽ, ഈ ഉള്ളിൽ യഥാർത്ഥമായ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്, ഇതൊന്നും അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കർമ്മമൂലമായി മൃത്യു തന്നാലേ ഗ്രസ്തമായ ജന്മത്താൽ എന്തു ഫലം, ജന്മികളായുള്ളവർക്കും ഇവിടെ ജനിച്ചവർക്ക് എന്താ ഫലം? അങ്ങനെ ഇങ്ങനെ ആയാൽ നമ്മളെ ആരാ വിഴുങ്ങുന്നത്? മരണം. നമ്മൾ മരിച്ചു പോകത്തേ ഉള്ളൂ. ഈ ലോക ജീവിതത്തിലേക്ക് കടന്നാൽ ഇതിൽ നിന്ന് മുക്തനാവാതിരുന്നാൽ നമ്മൾ മരണപ്പെടും. മരണം എന്താണ്? മരണം നമ്മളെ വിഴുങ്ങും. വീണ്ടും നമുക്ക് ഇവിടെ വന്നേ പറ്റൂ, ജനിച്ചേ പറ്റൂ, മുക്തനാവാൻ പറ്റത്തില്ല. വേണ്ടത് എന്തെന്നാൽ, അപ്പം നമ്മൾ എന്താ വേണ്ടത് എന്തെന്നാൽ മോക്ഷം ജന്മികൾക്കെല്ലാം നൂനം, സകല ഗുണം വരും ഭഗവത് പ്രസാദത്താൽ, സകല ക്ലേശമായ സംസാരം കടക്കേണം. അതിന് മറ്റൊന്നിനാൽ വഴി ഉണ്ടായി വരാ, വേറൊരു വഴിയുമില്ല. ഈ ലോക ജീവിതം കടക്കണമെങ്കിൽ ഇത് സംസാരമാണ്. ഇതിൽ മുക്തനാകണമെങ്കിൽ ഭഗവാന്റെ പ്രസാദം വേണം. ഭഗവാന്റെ പ്രസാദം എങ്ങനെ ഉണ്ടാകും? നമ്മുടെ പ്രവൃത്തിയിലേ കിട്ടത്തുള്ളൂ, അല്ലാതെ വേറൊരു വഴിയും ഇല്ല. അപ്രമത്തനായി അഹം അഖിലാർത്ഥങ്ങളാലും ഉൾപ്പൂവിൽ സിദ്ധനായി വൻ തപോവശത്താൽ തൻ തെളിയുന്നില്ല. അതായത് അപ്രമത്തനായി യാതൊരു അഹങ്കാരവും ഇല്ലാതെ അഖിലാർത്ഥങ്ങളാലും ഉൾപ്പോൽ സിദ്ധനായി, എല്ലാം അദ്ദേഹം മനസ്സിൽ ഇതെല്ലാം പഠിച്ചു. എങ്ങനെ ജീവിക്കണം, എന്ത് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പോൽ നന്നായി മനസ്സിലാക്കി അഹങ്കാരമില്ലാതെ അഖിലാർത്ഥങ്ങളാലും ഉൾപ്പോൽ സിദ്ധനായി വൻ തപോവശനായി. ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഉള്ളത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നന്മയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തപസ്സിരിക്കണം. തപോവശനായിട്ട് ദേഹത്തെ കളയുന്നു. എന്താ ദേഹം? ദേഹത്തിന് വേണ്ടിയാണല്ലോ ഈ ലോകത്തിൽ കിടക്കുന്ന എല്ലാം ഉണ്ടാക്കി വാരി കൂട്ടുന്നത്. അപ്പോൾ ദേഹത്തിനെ നമുക്ക് ഉപേക്ഷിച്ചാൽ എന്ത് വരും? ഈശ്വരനിലേക്ക് ലയിക്കാൻ പറ്റും. ദേഹബോധം വേണ്ട, ഉള്ളതിനെ അനുസരിച്ച് നടന്നാൽ മതി. ഒന്നും വാരി കൂട്ടി വെക്കണ്ട. എല്ലാം ഇതൊക്കെ നശിക്കുന്നതാണെന്ന് കരുതി തപസ്സിരുന്നിട്ട് ദേഹത്തെ കളയുന്നു. തുഷ്ടനായി മുഹൂർത്തത്താൽ, അല്പസമയമേ വേണ്ടൂ നമുക്ക് ആ ലക്ഷ്യം എത്താൻ. എങ്ങനെയാ? മുഹൂർത്തത്താൽ മോഹത്തെ വിട്ടു ബ്രഹ്മം പ്രാപിച്ചു ഖഡ്വാങ്കനും. മുഹൂർത്ത സമയം, അല്പസമയം കൊണ്ട് പെട്ടെന്ന് മരണമുണ്ടെന്ന് അറിഞ്ഞു. ഈ ഖഡ്വാങ്കനായ ചക്രവർത്തിയാണ്, രാജർഷിയാണ്. അദ്ദേഹം അറിഞ്ഞു പെട്ടെന്ന്. പരീക്ഷിത് മഹാരാജാവ് സർപ്പം ദംശിച്ച് മരണം 7-ാം നാൾ ഉണ്ടെന്ന് അറിഞ്ഞതുപോലെ അദ്ദേഹം 7 ദിവസം കൊണ്ട് അദ്ദേഹം മോക്ഷത്തിലേക്ക് പോയതുപോലെ ഇദ്ദേഹം ഈ ഖഡ്വാങ്കൻ എന്ന് പറഞ്ഞ ചക്രവർത്തി മുഹൂർത്തം മാത്രം കൊണ്ട് തന്നെ ദേഹത്തെ വിട്ട് ബ്രഹ്മം പ്രാപിച്ചു. അത് മനസ്സിലായി. എനിക്ക് ഇനി പെട്ടെന്ന് മരണമുണ്ട്, എത്രയും പെട്ടെന്ന് എനിക്ക് ഭഗവാൻ ചേരണം എന്നുള്ള ചിന്ത വന്നപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ദേഹമൊക്കെ കളഞ്ഞു. ദേഹത്തിന് വേണ്ടുന്ന ഒരു മോഹവും വേണ്ടതായി. എല്ലാത്തിൽ നിന്നും പെട്ടെന്ന് വിരമിച്ച് അദ്ദേഹം വൻ തപസ്സോടുകൂടി തന്നെ ഭഗവാനിലേക്ക് കടന്നു, ബ്രഹ്മം പ്രാപിച്ചു ഖഡ്വാങ്കൻ. കേട്ടാലും ഉദ്ധവ, നീ ഇത്തരം വിചാരിച്ചു. ഉദ്ധവരെ, ഇത് മനസ്സിലാക്കൂ. മാട്ടമെന്നയെ ദ്വിജസത്തമൻ ഹൃദയഗ്രന്ഥി, ഇത് മനസ്സിലാക്ക്. ഈ ഖഡ്വാങ്കന് പെട്ടെന്ന് ഒരു മുഹൂർത്തം മാത്രം കൊണ്ട് മരണമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ തപസ്സിരുന്ന് ദേഹത്തെ ഈ ലോക ജീവിത മോഹങ്ങളെല്ലാം ത്യജിച്ച് കളഞ്ഞിട്ട് അദ്ദേഹം ബ്രഹ്മപദം പ്രാപിച്ചെങ്കിൽ, അതുപോലെ ഈ ദ്വിജൻ സത്തമൻ ഈ എല്ലാവരാലും ഉപേക്ഷിച്ച് എല്ലാവരും തള്ളിക്കളഞ്ഞു, ധനങ്ങളെല്ലാം നശിച്ചു, ചിത്തവിഭ്രമത്തോട് നടക്കുന്ന ആ വിപ്രന്റെ കഥയാണല്ലോ ഇത്. അദ്ദേഹം എന്ത് ചെയ്തു? വാട്ടമെന്നയെ ദ്വിജസത്തമൻ ഹൃദയഗ്രന്ഥി, അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് എല്ലാം വേർപെടുത്തി. ഇങ്ങനെ സംഭ്രമിച്ച് നടന്നു, എല്ലാവരാലും വെറുക്കപ്പെട്ടു, ധനവുമെല്ലാം പലരായി കൊണ്ടുപോയി, ഒന്നുമില്ലാതെ വീട് വിട്ടിറങ്ങിയ സഞ്ചരിച്ചിറങ്ങിയ ആള് എല്ലാത്തിൽ നിന്നും വേർപെടുത്തി, ഉള്ളിൽ നിന്ന് മൊത്തം ത്യജിച്ചു. എന്നിട്ട് എന്തായി? യതിയായി മുനിയായി ഭവിച്ചു. അപ്പം എല്ലാം പോയാലേ ചിലർ ഭഗവാനിലേക്ക് ചേരൂ. ആരോരും ഇല്ല, ധനവും ഇല്ല, എല്ലാം പോയി ഒന്നുമില്ലാതെ വരുമ്പം പിന്നെ ഭഗവാൻ തന്നെ ആശ്രയം. അങ്ങനെ അദ്ദേഹം നടന്ന് മുനിയായി വന്നു, ഭഗവാൻ തന്നെ ശരണം പ്രാപിച്ചു.
താപമെന്നിയെ ഒരു വിഷമവും ഇല്ലാതായാലും ഭിക്ഷാർത്ഥത്തിനായി ഭൂതലത്തിലൊക്കെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അസംഘചിത്തനായി, അതായത് താപമെന്നിയെ ഭിക്ഷാർത്ഥത്തിനായി ഭൂതലത്തിൽ നഗര ഗ്രാമങ്ങളിൽ അസംഘചിത്തനായി, ഒന്നിലും സംഘമില്ലാതെ യാതൊന്ന് കണ്ടാലും ഭ്രമിക്കത്തില്ല. എപ്പോഴും എന്താണ്, മുനിയായി നടക്കുകയാണ്, ഭിക്ഷ എടുത്ത് നടക്കുകയാണ്. ഈ ഭൂതലത്തിൽ നഗരങ്ങളിലും ഗ്രാമങ്ങളിലെല്ലാം ഒന്നിലേക്ക് ശ്രദ്ധയില്ലാതെ, ഒന്നിലും സംഘമില്ല. കണ്ടത് വേണ്ട, കേൾക്കണ്ട, ഒന്നും വേണ്ട. പരമാത്മാവ് തന്നെ ആശ്രയം. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ ധനങ്ങളെല്ലാം പോയി, അയാൾ സ്വന്തവും ബന്ധക്കാരെല്ലാം ത്യജിച്ച് എല്ലാവരുമായിട്ട് ഉപേക്ഷിതനായി ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുക. ആരോരും തുണയില്ല. പിന്നെ അവിടെ ആരാ ആശ്രയം? ഭഗവാനെ തന്നെ ആശ്രയിച്ചു. നമ്മളെല്ലാവരും ഇങ്ങനെയാണ്. എല്ലാം പോയല്ലാതെ ചിലർ ഈശ്വരാ എന്ന് വിളിക്കത്തില്ല. അതുവരെ എന്ത് ചെയ്യും? ഈ വിപ്രൻ എങ്ങനെയായിരുന്നു? എനിക്ക് ധനമുണ്ട്, ഞാൻ ആരാ, കേമനല്ലേ, ആർക്കും കൊടുക്കത്തുമില്ല, പിടിച്ച് ആർക്കും ഒരു ഗുണം ചെയ്യാതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന് എല്ലാവരും വെറുത്ത് ധനവും നഷ്ടപ്പെട്ട് എല്ലാം ആയി ചിത്തവിഭ്രമമായി നടക്കുക. അപ്പോൾ ഭഗവാൻ വേണം. ഇന്ന് ചിലരെല്ലാം അങ്ങനെയാണ്. എന്നാൽ ഈ ധനമൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അത് ഭാര്യയോ മക്കളോ അവരൊക്കെ എടുത്ത് ജീവിച്ചിടും. നമുക്ക് ഒഴിഞ്ഞു കളയാം, നമുക്കിതൊന്നും വേണ്ട, എടുക്കാതിരിക്കുക, എനിക്കിതൊന്നും വേണ്ട, എൻ്റെ ദേഹവും പോട്ടെ, ദേഹത്തിന് വേണ്ടതൊന്നും വേണ്ട, എല്ലാം എനിക്ക് ഭഗവാൻ മതി എന്ന് നമ്മൾ നേരത്തെ കൂട്ടി ചിന്തിച്ചാൽ ഈ ധനമൊക്കെ അവിടെ ഇരിക്കും, എങ്ങും പോവില്ല. അത് മക്കളോ ഭാര്യയോ അവരൊക്കെ അത് ജീവിച്ചോളും. അത് ചില ഭക്തന്മാർ അങ്ങനെയാണ്. എല്ലാത്തിൽ നിന്നും മനസ്സുകൊണ്ട് എല്ലാം മുക്തനാവും, അവർക്കൊന്നും നശിക്കത്തില്ല. എന്നാൽ ഇങ്ങനെയുള്ള അഹങ്കാരം പ്രമാദത്തിൽ അടക്കുന്നവർക്കാണെങ്കിലോ ദൈവം എല്ലാം എടുത്ത് കളയും. കാരണം പകുതി ഗുണമുണ്ടെന്നറിയാം, കുറച്ചും കൂടെ കിട്ടിയാൽ മതി. എന്നാൽ അന്നേരം ഈശ്വരൻ എന്ത് വിചാരിക്കും? ഇതൊക്കെ അങ്ങ് പോകാമെങ്കിൽ ഈ വിപ്രൻ നന്നാകും. അതായത് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എഴുതുന്നൊരു കുട്ടി പകുതി ജയിച്ചു വിഷയങ്ങൾക്ക്, പകുതി വിഷയം തോറ്റാൽ ഒന്നും കൂടെ എഴുതു മക്കളെ, അടുത്ത പ്രാവശ്യം നീ ജയിക്കും എന്ന്, നിനക്ക് ഇത്രയും കിട്ടിയില്ലേ, ഇനി കുറച്ചും കൂടെ കിട്ടിയാൽ മതിയല്ലോ, അത് നീ നന്നായി പഠിച്ചാൽ നിനക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടെന്ന് രക്ഷാകർത്താക്കന് അറിയാം. അപ്പോൾ എന്ത് ചെയ്യും? കുട്ടിയെ നിർബന്ധിച്ച് പരീക്ഷ എഴുതിക്കും. അതുപോലെയാണ് ഈ വിപ്രൻ. എന്താണ്? കുറേ ഗുണങ്ങളുണ്ട്. ഈ ലോഭമാണ് പിടിച്ചു വച്ചേക്കുന്നത്, ആർക്കും കൊടുക്കത്തില്ല എന്നുള്ള കാര്യം. ബാക്കി കുറേ, ഒരു ബ്രാഹ്മണനാണല്ലോ, അപ്പോൾ കുറേ നന്മയുണ്ട്. അപ്പോൾ ഭഗവാനും വിചാരിക്കും ഇത്രയൊക്കെ ഉള്ളവനെ ഒന്നും കൂടെ ഒരുക്കി എടുക്കാം, ഇവൻ നന്നായിക്കൊള്ളും, ഇവൻ ജയിച്ചു കൊള്ളും. അതുകൊണ്ട് ഭഗവാൻ നോക്കി ഇതൊക്കെ പോട്ടെ, സ്വന്തക്കാരെയും ബന്ധക്കാരെയും എല്ലാം വെറുപ്പിച്ച് ധനമെല്ലാം നഷ്ടപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് എത്തപ്പിടിച്ചു, ഭഗവാനിലേക്ക് ചേർന്നു. അത് നമുക്ക് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. ഇന്ന് നമ്മൾ നേരത്തെ കൂട്ടി അത് ഈശ്വരയിലേക്ക് വന്നാൽ ഒന്നും കളയത്തില്ല, എല്ലാം അവിടെ ഇരിക്കും. അതല്ല എപ്പോഴും ധനമേ നമ്മൾ ധ്യാനിച്ചിങ്ങനെ ഇരുന്നാൽ എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്നും പറഞ്ഞിരിക്കുന്നവർക്ക് സർവ്വതും ഉപേക്ഷിക്കേണ്ടി വരും, എല്ലാം എടുത്ത് കളയും. മമത കൊണ്ടാണ്. ഭഗവാനെ തന്നെ മതി, മമത അങ്ങ് വിടണം. മമത ഇങ്ങനെ ഇരുന്നാൽ എല്ലാം പോകും. കാരണം പകുതി ഗുണം കൊണ്ട് അവൾ വന്നേക്കുന്നതെന്ന് ഭഗവാൻ അറിയാം. കുറേ നന്മകളുണ്ട്, അവർക്ക് കുറച്ചും കൂടെ കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പകുതി വിഷയങ്ങളും ജയിച്ച്, പിന്നെ പകുതിയും കൂടെ മതി. അതുകൊണ്ട് രക്ഷകർത്താക്കൾ പറയും, മക്കളെ നീ ചൊവ്വൊന്ന് പഠിച്ചാൽ നീ ജയിക്കും. പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? മക്കളെ അടിക്കും, തള്ളയും തന്തി അടിച്ചു പഠിപ്പിക്കും. അതുപോലെ ഭഗവാൻ ഇങ്ങനെ അടിക്കുക, എങ്ങനെ സ്വന്തക്കാരെയും ഭാര്യയും മക്കളെയൊക്കെ വെറുപ്പിച്ച് എല്ലായിടത്ത് കളഞ്ഞ് എല്ലാവരും കട്ടോണ്ടും ഒക്കെ പോയി വന്നപ്പോൾ ഇതാണ് അടി. ഈ അടി വന്നപ്പോൾ ആരെ പിടിച്ചു? ഈശ്വരനെ. ഇത് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന, എല്ലാം മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് ഈശ്വരനിലേക്ക് ലയിച്ചിരുന്നെങ്കിൽ ഒന്നും പോകത്തില്ല, അവിടെയൊക്കെ ഇരുന്നേനെ. അപ്പോൾ നല്ല അടി കൊടുത്തെങ്കിലേ നന്നാവുള്ളെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? എല്ലാത്തിൽ നിന്നും വേർപെടുത്ത് യതിയായി മുനിയായി ഭവിച്ച് താപമെന്നിയെ ഒരു ദുഃഖവും ഇല്ലാതെ ഭിക്ഷാർത്ഥത്തിനായി ഭൂതലത്തിലെല്ലാം എന്ത് ചെയ്ത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലെല്ലാം അസംഘചിത്തനായി, ഒന്നിലും മനസ്സ് ഭ്രമിക്കുന്നില്ല, ഒന്നിലെയും സംഘമില്ല, ഒന്നിലേക്കും ഒരു മമതയില്ല, എല്ലാത്തിൽ നിന്നും വിടുതലായി, സംഘമില്ലാതെ. എന്നിട്ടോ ഭഗവത് ഭക്തൻ അവധൂതനായി നടക്കും. അത്രമാത്രം ഭഗവാനുള്ള ചിന്ത അവധൂത ലക്ഷണമായി ഒരു മുനിയായി മാറിക്കഴിഞ്ഞു അദ്ദേഹം. എല്ലാം പോയപ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ ഈശ്വരൻ ചെയ്തത് ശരിയല്ലേ? എല്ലാം പോകാതാണ് ചിലർ നന്നാവത്തില്ല. നന്നാവണമെങ്കിൽ ഇത് തന്നെ മാർഗമെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഇവൻ എന്താ, ഈ ബ്രാഹ്മണൻ ഭഗവത് ഭക്തനായി അവധൂതനായി നടക്കുമ്പോൾ എന്ത് ചെയ്തു? ഇദ്ദേഹം അങ്ങനെ സന്തോഷമായിട്ട് നടക്കുകയാണ്. നല്ലൊരു മുനിയായി നടന്നപ്പോൾ ദുർജന പരിഹാസ ആക്ഷേപങ്ങൾ സഹിച്ചവൻ. അപ്പോൾ കുറേ ദുർജനങ്ങൾ ഇങ്ങനെയുള്ള അവധൂതന്മാരെ വെറുതെ കളിയാക്ക നിന്ദാവാക്ക് പറയും.
ആക്ഷേപിക്കും, ഇതൊക്കെ സഹിച്ചേ പറ്റൂ. കാരണം ഒരു മുനിയായി നടക്കുക. ഒരു മുനിക്ക് പിന്നെ അവിടെ ദേഹബോധമില്ല. ദേഹത്തെ അടിച്ചാലോ നിന്ദിച്ചാലോ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാലോ ഒന്നും വരത്തില്ല. ഒരു മുനിയായി മാറി മൗനമാണ്. മുനി എന്ന് പറഞ്ഞാൽ മൗനമായി നടക്കും. ആരടിച്ചാലും കൊള്ളും. കാരണം ദേഹം കളഞ്ഞല്ലോ. ദേഹബോധം ഇല്ലാതെ എല്ലാത്തിൻ്റെ സംഘം വിട്ട് ദേഹത്തെ ഉപേക്ഷിച്ച് ഒരു മുനിയായി നടക്കുക. ഒരു യന്ത്രം പോലെ ഒരു ദേഹം ഉണ്ടെന്നേ ഉള്ളൂ. കാരണം ആ ജീവാത്മാവിന് ഇരിക്കണ്ടേ ആ ഒരു ക്ഷേത്രം. അല്ലാതെ ദേഹത്തിലേക്ക് ബോധമൊന്നുമില്ല. ആ ദേഹത്തിന് വേണ്ടുന്ന എന്ത് ചെയ്യണമെന്ന് അറിയാതെ തന്നെ നടക്കുക. അപ്പോൾ പിന്നെ ദുർജനങ്ങൾ പരിഹസിച്ചാലെന്താ, ആക്ഷേപിച്ചാലെന്താ, നിന്ദിച്ചാലെന്താ, ഒന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ദുർജന പരിഹാസ ആക്ഷേപങ്ങളെ സഹിച്ച് അവൻ കിഞ്ചന സംചാരം ചെയ്തിടാൻ ചില തീർത്ഥം, അതായത് ചില ക്ഷേത്രങ്ങളിലെല്ലാം പോയി തൊഴുതും കുളിച്ച് തീർത്ഥസ്നാനമൊക്കെ ചെയ്തും ഉത്തമ ക്ഷേത്രങ്ങളും വന്ദിച്ചു മന്ദം പതുക്കെ അവിടെയായി ചില ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് അത് സ്നാനമൊക്കെ ചെയ്ത് തീർത്ഥാടനം, അങ്ങനെ പല നടക്കുന്ന വഴിയിൽ കാണുന്ന അമ്പലങ്ങളിലൊക്കെ കയറി അവിടെയൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ നടക്കുക. എന്നിട്ടോ ഉത്തമം ത്രിവേണിയിൽ നിന്ന് സ്നാനവും ചെയ്തു. അങ്ങനെ പോയ വഴിക്ക് ഒരു ത്രിവേണി, ത്രീ എന്ന് വെച്ചാൽ 3 എന്നർത്ഥം. അപ്പം ത്രിവേണി വെച്ചാൽ 3 നദികളായിരിക്കും. എനിക്കങ്ങനെ പറയാൻ അറിയില്ല. ത്രിവേണി എന്ന് വെച്ചാൽ 3 ഗംഗ പോലെ നദികൾ, 3 നദികൾ ചേരുന്ന ആയിരിക്കും. അതാ സ്നാനം കുളിയെന്ന. അപ്പോൾ സ്നാനം ചെയ്യുന്നത് നദിയിലാണല്ലോ. അപ്പോൾ ത്രീ എന്ന് വെച്ചാൽ 3. അപ്പോൾ ത്രിവേണി എന്ന് വെച്ചാൽ 3 നദികൾ ചേരുന്ന എവിടെയെങ്കിലും പോയി സ്നാനമൊക്കെ ചെയ്ത്, അത് എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം ഒടുക്കം? പാത്രങ്ങൾ, കമണ്ടലു, പീഠവും, കുശ, അക്ഷസൂത്രവും, പാതുക ചെരുപ്പ്, പാതുകയും എന്നിവ ദാനം ചെയ്തു. ആ ചെരുപ്പ് ഈ ഒരുമാതിരി എന്തോ ഒരു മെതിയടി പോലുള്ള പാതകമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ അങ്ങനെയായിരുന്നു അദ്ദേഹം ഭിക്ഷ എടുത്തുകൊണ്ട് നടന്നത്. ഒരു പാത്രം വേണം, ആരെങ്കിലും വല്ലതും കൊടുത്താൽ കഴിക്കണ്ടേ. പിന്നെ ഒരു വെള്ളം കൊണ്ട് നടക്കുന്ന ഒരു മൊന്ത പോലൊരു പിടിയുള്ള അത് കമണ്ടലു. ഇതെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? ദാനം ചെയ്തു അയാളുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് എന്ത് ചെയ്തു? ക്ഷേത്രവന്ദിതനായിട്ട് മുനി അന്നമതും ഭിഷയാ വാങ്ങി ആശിച്ച്. അങ്ങനെ അദ്ദേഹം ഇതെല്ലാം അയാളുടെ കയ്യിലുള്ള എല്ലാം ദാനം ചെയ്തിട്ട് ക്ഷേത്രത്തിൽ വന്ദിച്ച് ആ മുനി അന്നം, അവിടുന്ന് ആഹാരം, ചോറ്, അന്നം അതും ഭിഷയാ വാങ്ങി ആശിച്ച് കഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ നദീതീരെ വാണു. അമ്പലങ്ങൾ, ഈ ക്ഷേത്രങ്ങളൊക്കെ നദി ഉള്ളിടത്താണ്. നദിയുടെ തീരത്ത് അങ്ങനെ ഇതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞപ്പോൾ അക്കാലം, അങ്ങനെ ഒരു സമയത്ത് അക്കാലം ചിലരവൻ മൂർധനി മലമൂത്രം മുഷ്കരന്മാരായി അവർ ഏൽപ്പിച്ചു നിന്ദാവാക്കും പറഞ്ഞു പിടിച്ച് അമർത്തറഞ്ഞു. ചിലരപ്പോൾ വരിഞ്ഞു പാശത്തിനാൽ ബന്ധിപ്പാൻ ഒരുമ്പെട്ടാർ. അപ്പോൾ എന്ത് ചെയ്തു? ഈ നദീതീരത്ത് ആ ക്ഷേത്രത്തിൽ നിന്ന് ഭിക്ഷയാ അന്നം വാങ്ങിച്ച് കഴിച്ച് നദീതീരെ കഴിഞ്ഞപ്പോൾ ചില മനുഷ്യർ ദുർജനങ്ങളായി ഇങ്ങനെ ചെയ്യുള്ളൂ. ചിലരവൻ്റെ മൂർധനി, അതായത് ശിരസിൽ, തലയിൽ, മൂർധാവിൽ മലമൂത്രം, ഈ ചില ദുഷ്ടന്മാർ അങ്ങനെ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സന്യാസിമാർ അവധൂതന്മാരെ കണ്ട കോക്കറി കാണിക്കുകയും അടിക്കുകയും കല്ലെടുത്തെറിയുകയും ഈ മലമൂത്രങ്ങൾ വാരി എറിയുകയും ഒക്കെ ചെയ്യും. ഇത് ഇങ്ങനെ ചിലപ്പോൾ ഇത് വായിച്ചിട്ട് പലരും പറഞ്ഞ് കേട്ടതായിരിക്കും. ഞാൻ കുട്ടികളിൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്യാസിമാർ ഇതെന്താ മിണ്ടത്തില്ല, മുനിയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ചിലർ ഈ വിപ്രൻ്റെ, ഈ മുമുക്ഷുവിൻ്റെ മൂർധന് തലയിലൊക്കെ മലമൂത്രം മുഷ്കരന്മാർ, കള്ളന്മാർ എന്ത് ചെയ്തു? അവരെ ഏൽപ്പിച്ചു തലയിലൊക്കെ വാരിയിട്ട് എന്നിട്ട് നിന്ദിച്ചു. പിന്നെ നിന്ദാവാക്കളും പറഞ്ഞു, ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞു. കാരണം അവരുടെ മനസ്സിൽ എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള മുനികളൊക്കെ കള്ളനോ ദുഷ്ടനോ എവിടെന്നോ ആണെന്നോലും അറിയില്ലല്ലോ. ഇവരെ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. ഏത് രാജ്യത്തു നിന്നാണെന്നോലും അറിയില്ല. അതുകൊണ്ട് ഈ മുഷ്കരന്മാരായ ഈ ദുർജനങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ, ഈ താപസന്മാരെ കാണുമ്പോൾ ഇതുപോലുള്ള നിന്ദാവാക്കളും ആക്ഷേപിക്കുകയും അടിക്കുകയും കല്ലെറിയും തലയിലൊക്കെ തീട്ടം വാരി ഈ മലമൂത്രങ്ങളൊക്കെ എടുത്തു വാരി ഇടുകയും ഒക്കെ ചെയ്യും. അങ്ങനെ നിന്ദാവാക്കും പറഞ്ഞ് പിടിച്ച് അമർത്തറഞ്ഞ് പിടിച്ചു വെച്ച് അടിച്ചു. എന്നിട്ട് ചിലരെന്ത് പറഞ്ഞു? ചിലരപ്പോൾ വരിഞ്ഞു പാശത്തിനാൽ കയറുകൊണ്ട് കെട്ടി വരിഞ്ഞിട്ട് ബന്ധിപ്പാൻ ഒരുമ്പെട്ടാർ. ഏതെങ്കിലും ഒരു വൃക്ഷത്തിലോ ചെന്ന് കെട്ടിയിടാനായിട്ട് ഒരുങ്ങിയപ്പോൾ എന്തു ചെയ്തു? പറഞ്ഞാൻ അതിൽ അപ്പോൾ ഒരുവൻ ഇവൻ മഹാൻ പെരുകെ സത്താകുമെന്നറിഞ്ഞു വിട്ടിടിനാർ.
ഒരുത്തൻ ഈ ഒത്തിരി പേരുള്ളതിൽ ഒരുത്തന് ബുദ്ധി ഒരു അല്പം വിവരമുണ്ട്. എല്ലാ ദുഷ്ടന്മാരും എല്ലാം ഒരുപോലെ അല്ലല്ലോ. ദുഷ്ടന്മാരിൽ വലിയ ദുഷ്ടന്മാരും കാണും, ചെറിയ ദുഷ്ടന്മാരും കാണും. ഒരു ചെറിയ ദുഷ്ടന് ചിലപ്പോൾ ഒത്തിരി വിവരം കൂടെ കാണും. അതുകൊണ്ട് അവൻ ഒരുത്തൻ എന്ത് പറഞ്ഞു? പറഞ്ഞാൻ അതിൽ അപ്പോൾ ഒരുവൻ, ഇവൻ മഹാനാണ്, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ മഹാനാണ്, പെരിക സത്താകുമെന്നറിഞ്ഞ് അവനെ വിട്ടു. ഇവൻ വലിയൊരു ഒരു മഹാത്മാവാണ്, ഇവനിങ്ങനെ ചെയ്യരുത്, ഇവനെ ചെയ്താൽ നമുക്ക് പാപം ദോഷം കിട്ടും, ഇവൻ മഹാനാണ് എന്ന് ഒരുത്തനും അങ്ങ് തോന്നി. ദൈവം പറയിപ്പിച്ചതാ. അല്ലെങ്കിൽ എന്തു ചെയ്യും? മലമൂത്രമൊക്കെ വാരി തലയിലൊക്കെ ഇട്ട് വരിഞ്ഞ് കെട്ടി അവിടെ ഇട്ടാൽ വല്ലതും ചെയ്യാൻ പറ്റൂ? പക്ഷെ അദ്ദേഹത്തിനൊന്നുമില്ല. അദ്ദേഹം മുനിയായി മാറിക്കഴിഞ്ഞു. അതാണ് രസം. മുനി എന്ന് വെച്ചാൽ എന്താണ്? ദേഹബോധം ഇല്ലാത്ത അവധൂതനായി നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പുറത്ത് എന്താ പറയുക, പുഷ്പം അർച്ചിച്ചാലും അദ്ദേഹത്തിന് ഒന്നുമില്ല, മലോമൂത്രം അർച്ചിച്ചാലും അദ്ദേഹത്തിന് എല്ലാം ഒരുപോലെയേ ഉള്ളൂ. അയാൾക്കത് നാറ്റവും ഇല്ല. കാരണം ഇന്ദ്രിയങ്ങളെല്ലാം ഒരു മുനിയല്ലേ. എന്താ ശ്വസനേന്ദ്രിയം മൂക്കൊണ്ട് മണക്കുന്നത് വധിച്ചു. കണ്ണ്, നേത്രേന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം, രസനേന്ദ്രിയം എല്ലാ ഇന്ദ്രിയങ്ങളിലും വധിച്ച ആളിന് എന്ത് മണം, എന്ത് നാറ്റം. അവിടെ പുഷ്പത്തിൻ്റെ മണമായാലും മലമൂത്രത്തിൻ്റെ ആയാലും അയാൾക്ക് ഒരുപോലെയേ ഉള്ളൂ. ഒന്നുമില്ല, ദേഹബോധം ഇല്ല, എല്ലാത്തിനും വിരമിച്ച ആളാണ്. അപ്പോൾ ഒരുത്തൻ ഇത് കണ്ടിട്ട് പറഞ്ഞു, അവൻ പെരിയ സത്താണ്, ഇവൻ മഹാനാണ്. അങ്ങനെ അവനെ വിട്ടിടിനാൻ. അപ്പോൾ എന്ത് പറയുന്നു? ദ്രവ്യനാശ അനന്തരം ഈ വിപ്രൻ്റെ ദ്രവ്യത്തിൻ്റെ ധനങ്ങളെല്ലാം നശിച്ചപ്പോൾ ബന്ധുക്കളൊക്കെ ഇപ്രകാരം എല്ലാവരും ത്യജിച്ചു. എല്ലാത്തിൽ നിന്നും ഇവൻ മുക്തനായി. ധനത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നെല്ലാം മുക്തനായി, സംഘമില്ലാതെ അസംഗചിത്തനായി, ദേഹബോധമില്ലാത്ത സ്ഥിതപ്രജ്ഞൻ. ഇങ്ങനെ എന്തുകൊണ്ട് വന്നു? ഇതൊക്കെ പോയപ്പോഴാ. ദ്രവ്യം നശിച്ചപ്പോൾ ധനമേ എൻ്റെ ഭാര്യ, എൻ്റെ വീട്, എന്നിട്ടും ആർക്കും കൊടുക്കത്തുമില്ല. ലോഭം പിടിച്ച് വെച്ചിരുന്ന ഒരു എന്താ പറയുക, അത്രമാത്രം ധർമ്മം ചെയ്യാതെ ജീവിച്ച ഒരു വിപ്രൻ ഇതുപോലെ ആയി. ദ്രവ്യനാശ അനന്തരം, ധനമെല്ലാം നശിച്ചതിന് ശേഷം, ബന്ധുക്കളെല്ലാം വെറുത്തതിന് ശേഷം ദിവ്യനാം വിപ്രൻ തന്നെ ത്യജിച്ചിട്ട്, എല്ലാവരും ത്യജിച്ച് അവധൂത വൃത്തവാനായി വന്നത്. ആശ്ചര്യം! ഇത് വലിയ ആശ്ചര്യമല്ലേ, അത്ഭുതമല്ലേ? അയ്യോ, ഈ വിപ്രനാണോ ഇങ്ങനെ ആയത്? ഈ വിപ്രൻ ആർക്കൊന്നും കൊടുത്തില്ലല്ലേ, എല്ലാവരും വെറുത്തല്ലോ. അയാളുടെ ധനമെല്ലാം നാട്ടുകാരും വീട്ടുകാരും ഭാര്യയും മക്കളും കള്ളന്മാരും പ്രകൃതിക്ഷോഭത്തിനും ഒക്കെ നശിച്ചും പോയി. ചിത്തഭ്രമത്തിൽ നടന്ന വിപ്രനാണോ ഇന്ന് ഈ ദിവ്യനായി മാറിയത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ആശ്ചര്യമല്ലേ അത്? എല്ലാം നശിച്ചു പോയെങ്കിലേ ഈശ്വരനെ പിടിക്കത്തുള്ളൂ. ഈശ്വരാന്നുള്ള ആ ഒരു അത്രമാത്രം വെമ്പൽ വരണമെങ്കിൽ നമുക്ക് വേറെ ആരും ആശ്രയം ഉണ്ടാവരുത്. നമുക്ക് ഒരു അല്പമെങ്കിലും എൻ്റെ മോനോ എൻ്റെ മോളോ എന്നെ നോക്കും, അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കും എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മളെ ഇഷ്ടപ്പെടൂ? എല്ലാവരിൽ നിന്ന് ഒരേ ഒരു ഭഗവാനാണ് നമ്മുടെ ആശ്രയം. ആ ശരണാഗതി മറ്റാരും അല്ല എന്ന് നമ്മൾ ഭഗവാൻ തന്നെ അഭയം വന്നാൽ മാത്രമേ ഭഗവാൻ നമ്മളെ രക്ഷിക്കൂ. ഇദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? എല്ലാം നശിച്ചപ്പം കിട്ടി. ഇത് ധനവും ഒക്കെ ഉണ്ടെങ്കിൽ അത് വരൂ? അഹങ്കാരിയായി നടക്കത്തല്ലേ ഉള്ളൂ, ആർക്കൊന്നും കൊടുക്കാതെ. അപ്പോൾ എല്ലാം പോയപ്പോൾ അദ്ദേഹം ഒരു ദിവ്യനായി മാറിക്കഴിഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം ഭഗവാനെ അറിഞ്ഞത്, ഈശ്വരനെ അറിഞ്ഞത്. അല്പം അതായത് 10ാം ക്ലാസ്സിൽ പാസ്സാവാൻ എല്ലാം കിട്ടി, ജയിച്ചു. ഇപ്പം എന്താ ഒന്നും കൂടെ നീ എഴുതു മക്കളെ, എല്ലാം നിനക്ക് കിട്ടും, നീ നന്നാവും. അങ്ങനെ എഴുതിയപ്പോൾ നല്ല മാർക്കോടുകൂടി ജയിച്ചു. ഇദ്ദേഹം എല്ലാം കളഞ്ഞ് നന്നായി വന്നു. ഭഗവാൻ അറിയാം, എല്ലായിടത്തും കളഞ്ഞാൽ അവൻ ജയിച്ചോളും. ധനവും ഭാര്യയും മക്കളും എല്ലാം വെറുപ്പിച്ച് ധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കളഞ്ഞാൽ അവൻ എന്നെ പിടിച്ചോളും, എന്നെ തന്നെ ആശ്രയിച്ചോളും എന്ന് ഭഗവാൻ കരുതും. ഇത് നമുക്കൊരു പാഠമാണ്. നമ്മൾ എല്ലാ ദ്രവ്യങ്ങളും നശിക്കുന്നതിന് മുന്നേ നമ്മുടെ മക്കളെ ഭർത്താവേ ഭാര്യയെ എന്നും പറഞ്ഞ് ഭ്രമിച്ചിരിക്കാതെ ഇതിൽ നിന്നും കൊണ്ട് നമ്മൾ ഭഗവാൻ തന്നെ ഉള്ള ആശ്രയം, ശരണാഗതി വേറെ ആരും അല്ല. എൻ്റെ ഭർത്താവിനോ മക്കൾക്കോ ആർക്കും നമ്മളെ നോക്കാൻ പറ്റത്തില്ല, ഭഗവാനെ കൊണ്ട് മാത്രമേ കഴിവുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ച് ഈ സംഘം, എല്ലാത്തിനുള്ള സംഘം വിട്ട് നമ്മൾ ഭഗവാനെ സംഘപ്പെട്ടാൽ ഭഗവാൻ മതി എന്നുള്ള എല്ലാം അവിടെ. അപ്പോൾ ഭാര്യ അവിടെ ഇരിക്കും, മക്കളും ഉണ്ടാവും, ധനവും അവിടെ ഇരിക്കും, എല്ലാവരും എടുത്ത് കഴിച്ചോളും, നശിച്ചു പോകത്തില്ല. നമ്മൾക്കിതൊന്നും മനസ്സിൽ നിന്ന് വിട്ടാൽ മതി. എല്ലാവരും ഒരുപോലെ. ഇപ്പോൾ ഭാര്യ സന്യാസി ആവൂലല്ലോ, എല്ലാവർക്കും ഒരേ അളവ് ആവത്തില്ല. ഒരു സന്യാസി ആകണമെന്നൊരു പുരുഷന് വിചാരിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ മനസ്സിൻ്റെ ഭ്രമം, എൻ്റെ ഉള്ള സ്വാർത്ഥത അങ്ങ് വിട്ടാൽ മതി.
എനിക്ക് ഒന്നുമില്ല, പരമാത്മാവ് മാത്രം മതി, എനിക്ക് ഭഗവാനാണ് ശരണം, വേറെ എല്ലാം വെറുതെയാണ്, ഇതൊക്കെ വൃഥയാണ് എന്ന് എപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, എന്നാൽ നമുക്കൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് പോകാം. അതല്ലെങ്കിൽ ദൈവം മൊത്തവും എടുത്ത് കളയും. നമുക്കുള്ള അഹങ്കാരം മാറാനാണ് എടുത്ത് കളയുന്നത്, അല്ല വേറൊന്നിനുമല്ല. എന്തുകൊണ്ടാണ്? ഇത് ഉണ്ടെങ്കിൽ, ധനമുണ്ടെങ്കിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവും. ഞാനെന്ന ഞാനാരാ, എനിക്ക് എല്ലാത്തിനും കഴിവുണ്ട്, എനിക്ക് ധനമുണ്ട്, എനിക്ക് അതുകൊണ്ട് ഇതുണ്ട്. അത് പോകാത്തത്തോളം കാലം ഭഗവാനെ അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ഈ ദ്രവ്യനാശ അനന്തരം, ദ്രവ്യങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ, ബന്ധുക്കളെല്ലാം ത്യജിച്ചപ്പോൾ, എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെട്ടപ്പോൾ, ദിവ്യനാം വിപ്രൻ തന്നെ ത്യജിച്ചിട്ട് അവധൂതവർത്തവനായി എല്ലാത്തിനെയും ത്യജിച്ചു. ധനവും വേണ്ട, ഭാര്യയും മക്കളും വേണ്ട, എല്ലാം കഴിഞ്ഞ് ദിവ്യനായ വിപ്രനായി മാറി. എന്തൊരാശ്ചര്യമായത്! ഉത്തമനായി നിരീഹാശനായി ഗിരീന്ദ്രവൽ ധൃതിമാനായി മൗനം കൊണ്ട് വന്നിടും ഫലം. അപ്പോൾ നമ്മൾ ഉത്തമനാകണം. ഇങ്ങനെ നമ്മൾ ഉത്തമനാകണം. ഈ ധനങ്ങൾ പോകാതെയോ അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൽ ഭ്രമിച്ചിരിക്കാതെ നമ്മളൊരു ഉത്തമനായി നോക്ക്. നമുക്ക് മനസ്സിൽ നിന്ന് ഒന്നുമില്ല, എല്ലാം ഭഗവാന്റെ, എല്ലാം അവിടെ അർപ്പിക്കണം. ഭാര്യയും ഭഗവാന്റെ, മക്കളും ഭഗവാന്റെ, ധനവും ഭഗവാന്റെ. എനിക്ക് യാതൊരു മമത ഇതിലോട്ടില്ല, സംഘവുമില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ള മനസ്സ്, ഉറച്ചൊരു മനസ്സാണെങ്കിൽ ഇതിനെല്ലാം ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളെ ചൊൽപ്പടി നിർത്തി ഇതിനെല്ലാം പിന്മാറ്റം വന്ന് മുക്തനായ നമുക്ക് എന്താ ഈ ലോകം മൊത്തം സഞ്ചരിക്കേണ്ട കാര്യവും ഇല്ല. നമ്മളെ ഗൃഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ആകാം. ഇതിൽ നിന്ന് വിട്ടു നിന്നാൽ മതി, മനസ്സിൽ നിന്ന് ഇതൊക്കെ വിട്ടാൽ മതി. അതുകൊണ്ട് ഉത്തമനായി നിരീഹാശനായി ഒരാഗ്രഹമില്ലാതെ ഗിരീന്ദ്രവൽ പർവ്വതം പോലെ ധൃതിമാനായി മൗനം കൊണ്ട് വന്നിടും ഫലം. ഇങ്ങനെ അദ്ദേഹം മുനിയായി അയാളുടെ ദേഹത്ത് മലമൂത്രങ്ങൾ ഇട്ടിട്ടോ തലയിൽ മൂർധാവിൽ എന്തൊക്കെ ഇട്ടിട്ടും വരിഞ്ഞ് പാശം കയറുകൊണ്ട് കെട്ടി വരിഞ്ഞിട്ടും അമർത്ത് അടിച്ച് ഞെക്കി പിടിച്ചു വെച്ച് അടിച്ചിട്ടും അദ്ദേഹം ഒരു മുനി മിണ്ടിയില്ല. അദ്ദേഹത്തിന് മൗനിയാണ്. അയാൾ മുനിയായി മാറിക്കഴിഞ്ഞു. എന്തൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന് ദേഹബോധമില്ലല്ലോ. ദേഹമുള്ളവർക്കല്ലേ എന്താ ഇങ്ങനെ ചെയ്യുന്നേ, ഈ മലമൂത്രം എൻ്റെ ദേഹത്തിനെ വാരിയിട്ടത് എന്ന് ചോദിക്കുന്ന മുനിമാരല്ലാത്തവർ ചോദിക്കും. ഒരു മുനിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് യാതൊന്നുമില്ല, എപ്പോഴും മൗനമാണ്. അങ്ങനെ മൗനം കൊണ്ട് വന്നിടും ഫലം. ഏതെന്നും തന്നുള്ളിലെ കരുതി ബകം പോലെ ദൃഢനിശ്ചയനായി പുരുഷാർത്ഥത്തെ മൗനാൽ ഗാഠമായിട്ട് സാധിച്ചിടുന്നു ബുദ്ധിമാന്മാർ. ഇങ്ങനെയുള്ള ബുദ്ധിമാന്മാരായ മഹാത്മാക്കൾ എന്ത് ചെയ്യുന്നു? തന്നുള്ളിൽ ബകം പോലെ, ബകം എന്നുവെച്ചാൽ കൊക്കെന്ന അർത്ഥം. കൊക്കിൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് നദിയിലൊക്കെ ചെന്ന് വെള്ളത്തിൽ നിന്നിട്ട് ഇങ്ങനെ ധൈര്യം പോലെ പർവ്വതം പോലെ നിൽക്കും. കൊക്കിന് ഒരുപാട് കഴുത്തിന് നീളം ഉണ്ടല്ലോ. ബകം പോലെ വെച്ചാൽ കൊക്ക് പർവ്വതം പോലെ നിന്നും കൊണ്ട് ഭയങ്കര കാലിനൊക്കെ ഭയങ്കര പൊക്കമല്ലേ. നിന്നും കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നായിരിക്കും നദിയിൽ മീനൊക്കെ പൊങ്ങി ഒരു ഒറ്റ പിടുത്തമാണ്. കാരണം അതിൻ്റെ കൊക്കിന് അത്ര നീളമുണ്ട്. താഴേക്കൊക്കെ പോയാലും വെള്ളത്തിന് അടി കിടന്നാൽ അത് പിടിച്ചെടുത്തോളും. അപ്പം എന്തോന്ന് എനിക്കറിയത്തില്ല, ഞാനങ്ങനെ ഇതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. കൊക്ക് എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ കൊക്കിനെ പോലെ എന്നാണ് പറയുന്നത്. അതിതാ കാര്യം. നമ്മൾ പർവ്വതം പോലെ എല്ലാ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ഒരു ബകം പോലെ ദൃഢനിശ്ചയനായി അങ്ങ് നിൽക്കും. കാര്യം പെട്ടെന്ന് സാധിക്കുമെന്നായിരിക്കും. അത് ഒരു മത്സ്യം വന്ന് വെള്ളത്തിനടിയിൽ വരുമ്പോഴേ അങ്ങ് നിൽക്കുന്ന പർവ്വതം പോലെ അനങ്ങാതെ നിൽക്കുകയല്ലേ. പെട്ടെന്നായിരിക്കും മത്സ്യം വരുന്നത്, പെട്ടെന്ന് അതിനെ പിടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇത് ദൃഢമായി ഉറപ്പോടുകൂടി ഒരു ദിവ്യനാകുന്ന ഒരു മുമുഷു പർവ്വതം പോലെ ഈ കൊക്കിനെ പോലെ നിൽക്കണം. കാര്യം സാധിക്കും. എന്താ ദിവ്യനാകാം. അതായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞത് ഞാൻ ശരിക്കും ഇത് പറഞ്ഞാൽ ഒട്ടും എൻ്റെ മനസ്സിലില്ല, അറിഞ്ഞുകൂടാ. ബഗനെ അതായത് ഈ കൊക്കെന്ന് പറയുന്ന സാധനം എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഏതെന്നും തന്നിനുള്ളിലേ കരുതി ബഗം പോലെ നിൽക്കണം. നമ്മളെല്ലാം മനസ്സുകൊണ്ട് കരുതി തന്നെ നിന്നുകൊണ്ട് ദൃഢനിശ്ചയനായി, നമുക്ക് ഇതാണ് ദൃഢനിശ്ചയനായി നമ്മുടെ കാര്യം സാധിക്കണം. എന്താ? നമുക്ക് ഭഗവാനിൽ ചേരണം. അങ്ങനെ പുരുഷാർത്ഥത്തെ കിട്ടണം. അത് മൗനാൽ ഗാഠമായിട്ട് സാധിച്ചിടുന്ന ബുദ്ധിമാന്മാരാണ്. അപ്പം മൗനം എന്താണ്? കൊക്ക് മൗനമായി നിൽക്കും. നദിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ വെറുതെ ബഗം പോലെ എന്ന് വെച്ചാൽ കൊക്കിനെ പോലെ പർവ്വതം പോലെ. അതായത് ഇവിടെ നമ്മൾ വായിച്ചല്ലോ ഗിരീന്ദ്രവൽ പർവ്വതം പോലെ ധൃതിമാനായി മൗനം കൊണ്ട് വന്നിടും ഫലം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൊക്കിനെ പോലെ.
കൊക്ക് അനങ്ങാതെ നദി നിന്നും കൊണ്ട് മത്സ്യം ഇങ്ങനെ അടിയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് പിടിക്കുന്നുണ്ട്. അതായിരിക്കും സംഭവം. ദൃഢനിശ്ചയനായി നമ്മളും അങ്ങനെ ദൃഢനിശ്ചയത്തോട് ഇരിക്കണം. നമുക്ക് കാര്യസാധ്യം വരാൻ. എന്താ കാര്യസാധ്യം? പരമാത്മലയം പ്രാപിപ്പാൻ, പുരുഷാർത്ഥം കിട്ടാൻ. അത് മൗനാൽ ഗാഠമായിട്ട് സാധിച്ചിടുന്നു ബുദ്ധിമാന്മാർ. ഗാഠമായിട്ട് അത്രയ്ക്ക് ഉറപ്പോടുകൂടി ശ്രേഷ്ഠമായ ഉറപ്പ് നമുക്ക് വേണം. ഈ കൊക്കിനെ പോലെ ആയിരിക്കണം. നമുക്ക് നേടണം. ഒരു കൊക്കിന് മത്സ്യം കിട്ടിയേ പറ്റൂ. അത് നിശ്ചയിച്ച് ഉറച്ചു തന്നെ നിൽക്കും. മത്സ്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കൊത്തിയെടുക്കും. അതാണ് ബുദ്ധിമാന്മാർ അങ്ങനെ ആകണം. ഇങ്ങനെ ഇരിക്കുന്ന വിപ്രസത്തമം മായ എങ്ങനെ ബന്ധിക്കുന്നത്? ഈ വണ്ണം ഉള്ളവരെ, ഇങ്ങനെ ഉള്ളവരെ മായ ബന്ധിക്കുമോ? ഈ മായയെ നമുക്ക് മറികടക്കുന്ന ഇതുപോലെ ഈ വിപ്രനെ പോലെ നമ്മൾ മറികടന്നാൽ പിന്നെ നമ്മളെ എങ്ങനെ മായ നമ്മളെ ബന്ധിക്കും? നമുക്ക് ഒരിക്കലും നമ്മളെ മായ ഒരിക്കലും നമ്മളെ ബാധിക്കത്തില്ല. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഈ വിപ്രനെ, ഈ മുനിയെ മായ, ഈ ലോകത്ത് മായ എങ്ങനെ ബന്ധിക്കുന്നത്? ഈ വണ്ണം ഉള്ളവരെയും ബന്ധിക്കയില്ല. അങ്ങനെ ഈശ്വരാർപ്പണം ചെയ്ത് ഇതുപോലെ ഈശ്വരനെ തന്നെ സമർപ്പിച്ച് ബ്രഹ്മത്തിൽ എല്ലാം ലയിപ്പിച്ച് മുനിയായി നടക്കുന്ന ഒരു വിപ്രനെ ഒരു മായയും ബന്ധിക്കത്തില്ല. എന്ത് കണ്ടാലും അദ്ദേഹത്തിന് യാതൊരു കുലുക്കവുമില്ല. കാരണം ഇന്ദ്രിയങ്ങളെല്ലാം വധിച്ചു, ദേഹബോധമില്ല. അവിടെ പിന്നെ എന്ത് കണ്ടിട്ടെന്താ കാര്യം? ആര് മലമൂത്രം വാരിട്ടാലോ, അത് തലയിൽ മലം വാരിട്ടാലോ, അല്ലെങ്കിൽ കയറുകൊണ്ട് കെട്ടി വരിഞ്ഞിട്ടാലോ, എന്ത് നിന്ദാവാക്ക് പറഞ്ഞാലോ അടിച്ചാലോ ഒന്നും അദ്ദേഹത്തിനെ മായ ബാധിക്കുന്നില്ല. എന്താ കാര്യം? എല്ലാത്തിനും വിരമിച്ചു. ദേഹബോധമില്ല. ഈ ദേഹത്തെയല്ലേ ഇവരൊക്കെ ഇത് ചെയ്യുന്നത്? ദേഹത്തെ കെട്ടിയിട്ടിട്ട് എന്താ കാര്യം? അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹത്തിന് ദേഹമായിട്ട് യാതൊരു മമതയില്ല, സംഘമില്ല, അസംഗനാണ്. ദേഹബോധം ഇല്ലെങ്കിൽ പിന്നെ ദേഹത്തെ മലം വാരിട്ടാൽ എന്താണ്? കെട്ടിയിട്ട് അടിച്ചാൽ എന്താണ്? യാതൊന്നുമില്ല. എന്താ? മൗനിയായി, മുനിയായി മാറി. അതുകൊണ്ട് ബന്ധികയില്ല. അങ്ങനെ ഈശ്വരാർപ്പണം ചെയ്ത് ആധ്യാത്മിക ആദി ദൈവിക ആദി ഭൗതിക ഭൂത്യ യാതൊരുത്തനും ബന്ധമുണ്ടാകയില്ല താനും. ഈ 3 തര രീതിയിലും ഇദ്ദേഹത്തിന് ഒന്നും ബാധിക്കത്തില്ല. എങ്ങനെ? ആധ്യാത്മികമായിട്ടായാലും ആദി ദൈവികമായിട്ടായാലും ആദി ഭൗതിക ഭൂത്യ, ഇങ്ങനെ ഈ 3 തരത്തിലായാലും യാതൊരുത്തനും ബന്ധമുണ്ടാകയില്ല താനും. ഒരുത്തരാലും ഇദ്ദേഹത്തിന് യാതൊരു കാര്യത്തിലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ ആത്മാവ് പരമാത്മയിൽ ലയിച്ചു കഴിഞ്ഞു, പരമാത്മാവിൽ ലയം പ്രാപിച്ചു കഴിഞ്ഞു. ദേഹത്തിന് ബോധമില്ല, ദേഹബോധമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അയാൾ കാരണം വെച്ചായാലും ഈ ശ്രേഷ്ഠരായ മഹാത്മാക്കളുടെ അവതാര പുരുഷന്മാരുടെ വെച്ചായാലും പിന്നെയോ പിന്നെ ഭൗതിക ആദി ഭൗതിക ഇവിടെയുള്ള ഇവിടെ ദേഹം നശിക്കുന്നതാണല്ലോ. എന്തെല്ലാം ഭൂതങ്ങൾ മുഖാന്തരം ആയാലും അയാളെ ഒരു ബാധയും ഏൽക്കില്ല, ബന്ധിക്കത്തില്ല. യാതൊരുത്തനും ബന്ധമുണ്ടാകയില്ല താനും. ആരെക്കൊണ്ടും അദ്ദേഹത്തിന് ഒന്നും നടത്തില്ല. എത്രമാത്രം മലം വാരി മൂർധാവിലിട്ടിട്ട് അയാൾ വല്ല കുലുക്കമുണ്ടോ? മായയുള്ളവരെന്ത് ചെയ്യും? എന്തിനാടാ നീ എൻ്റെ തലയിൽ ഇങ്ങനെ വാരിട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ അവർ ചെയ്യുന്നവരെ അടിക്കാൻ ചെല്ലും. ഇദ്ദേഹം ഇതൊന്നും അറിയുന്നത് പോലുമില്ല. അദ്ദേഹത്തിനെ മായ ബന്ധിക്കുന്നില്ല. എല്ലാത്തിനും വിരമിച്ച് മുക്തനായി കഴിഞ്ഞു. അതുകൊണ്ട് ആധ്യാത്മികം കൊണ്ടും ആദി ദൈവികം കൊണ്ടും ആദി ഭൗതിക ഭൂത്യ കൊണ്ടും യാതൊരുത്തനും ബന്ധമുണ്ടാകയില്ല താനും. യാതൊരുത്തനും ഇമാം കഥയെ ഗാനം ചെയ്താൽ പാതകങ്ങളും തീർന്നു സ്വധർമ്മനിഷ്ഠനായി സാത്യ ഗുണവാനായി ഭവിക്കുമെന്ന് നൂനം. ഇങ്ങനെ ആരാണോ മിമാം, അത് ഈ കഥ, ആരായാലും ഈ കഥ, ഈ പിഷുഗീത, മിമാം അത് ഈ എന്ന് വായിക്കണം. ഈ കഥയെ ഗാനം ചെയ്താൽ ഇതാരാണത് ചൊല്ലുക, അല്ലെങ്കിൽ ഇത് ആരും കേൾക്കുക? അത് എന്തു വരുന്നു? എല്ലാ ദോഷങ്ങളും പാപങ്ങളും എല്ലാ പാതകങ്ങളും തീർന്ന് സ്വധർമ്മനിഷ്ഠനായി, എത്രമാത്രം സ്വധർമ്മനിഷ്ഠനായിക്കൊണ്ട് സാത്യ ഗുണവാനായി ഭവിക്കുമെന്ന് നൂനം. നല്ല സത്വഗുണവാനായി നമ്മൾ തീരും. നമുക്ക് ഇത് മാത്രം മതി. ഈ എന്താ പറയുക, ഭിക്ഷുഗീത ഈ പറഞ്ഞ നമ്മൾ 2-3 ദിവസം കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ആരാണോ ഇതിങ്ങനെ ആയിത്തീരുന്നത് അവർക്ക് യാതൊരു പാതക ദോഷങ്ങളും വരത്തില്ല. എല്ലാ ദോഷവും മാറി, പാതകം വെച്ചാൽ ദോഷം, പാപങ്ങളൊക്കെ തീർന്ന് സ്വധർമ്മനിഷ്ഠനായി നമ്മൾ അത്രയ്ക്ക് ധർമ്മത്തിൽ നിഷ്ഠനായിരിക്കും. എന്നിട്ടോ സാത്യ ഗുണവാനായി ഭവിക്കുമെന്ന നൂനം. നല്ലൊരു ഉത്തമനായ ഒരു ഒരു മുനിയായി, ഒരു സന്യാസിയായി തീരും എന്നാണ് ഇവിടെ പറയുക.
ഇനിയും പിഷുവിൻ്റെ ചിന്തനം കേട്ടുകൊള്ളുക. ഇനിയും ഈ പറഞ്ഞ പിഷുവിൻ്റെ മനസ്സിൽ എന്താ പറയാ, ഈ വിപ്രൻ്റെ മനസ്സ് പറയുന്നത് കേട്ടുകൊള്ളുക. അദ്ദേഹം പറയുവാണ്, എനിക്കു സുഖ ദുഃഖ ഹേതു ഈ ജനമല്ല. അപ്പോൾ എനിക്ക് ഈ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണങ്ങൾ ഈ ജനങ്ങളല്ല. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നന്നാവാൻ വേണ്ടി ഭഗവാൻ ഓരോ രീതി എടുക്കുന്നതാണ് ഈ ജനങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അല്ലാതെ ഈ ജനങ്ങളായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അദ്ദേഹം അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു മുമുക്ഷു ആയപ്പോൾ, ബുദ്ധി വന്നപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമുക്കും അറിയാം, നമുക്ക് ഈ ഇത്രയും വർഷത്തിനകത്ത് പലരെ കൊണ്ടും പല രീതിയിലും നമ്മൾ പല പല കഷ്ടപ്പാടുകൾ, ദുഃഖ ദുരിതങ്ങളെല്ലാം അനുഭവിച്ചതൊക്കെ നമ്മുടെ നന്മയ്ക്ക് ദൈവം തന്ന ഓരോ എന്താ പറയുക, നന്മയ്ക്ക് വേണ്ടി തന്ന ഓരോ ഉപാധികളാണ്. ഓരോരുത്തരിൽ നിന്നും നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തന്നെങ്കിൽ മാത്രമേ നമ്മൾ ഭഗവാനിലേക്ക് എത്തപ്പെടൂ. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, എനിക്ക് സുഖ ദുഃഖ ഹേതു, ഈ സുഖത്തിനും ദുഃഖത്തിനും കാരണം ഈ ജനങ്ങളല്ല, ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ രാജാക്കന്മാരോ ഒന്നുമല്ല, എന്താ ദേവതാത്മാക്കളും അല്ല, ഗ്രഹം കർമ്മവും കാലം ഏവം ഇതൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം അത് നന്നായി മനസ്സിലാക്കി. നമ്മളിത് മനസ്സിലാക്കണം. നമ്മളിന്ന് ഭയങ്കരമായി വിഷമിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ എനിക്ക് തന്നില്ലേ, എൻ്റെ ഭർത്താവിനെ നോക്കിയില്ല ശരി തന്നെ, മക്കൾ തന്നില്ല ശരി തന്നെ. പക്ഷേ എന്താ, നമുക്ക് യോഗം വേണം. നമുക്ക് നന്നാവാൻ ഈശ്വരൻ വെച്ചേക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റൂ. ഭർത്താവും മക്കളും തന്നും നോക്കിയിരുന്ന നമ്മൾ എനിക്ക് മക്കളുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, ഞാനേക്ക് എന്നും പേടിക്കണ്ട, അവരെന്നെ നോക്കിക്കൊണ്ട്, എൻ്റെ രക്ഷകൻ അവരാണ്. ഭഗവാന്റെ ആവശ്യം എന്താ പിന്നെ ഉള്ളത്? ഭഗവാൻ ദേഷ്യം വരത്തില്ലേ? ലോക രക്ഷകനായിരിക്കുന്ന ഈശ്വരനെ നമ്മൾ തള്ളിപ്പറഞ്ഞിട്ട് എനിക്ക് ഭർത്താവും മക്കളുണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരൻ സമ്മതിച്ച് തരൂ? നമ്മളെ സൃഷ്ടിച്ചത് ദൈവമല്ലേ? അപ്പം നമ്മൾ എന്ത് വേണം? മക്കളെയും ഭർത്താവിനെയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് അവരൊരു വഴിക്ക് ഇരുന്നോട്ടെ, അവരെ കൂടെ നോക്കുന്നത് ഈശ്വരനാണെന്നങ്ങ് സങ്കല്പിക്കണം. ഭഗവാൻ വിചാരിച്ചെങ്കിലേ ഈ ഭർത്താവിനും കിട്ടൂ, മക്കൾക്കും കിട്ടൂ, അത് മുഖാന്തരം നമുക്കും കിട്ടൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിനെല്ലാം കാരണക്കാരൻ ആരാ? പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ട് നമ്മളെ ഭർത്താവിനെ കൊണ്ടോ ഭാര്യയെ കൊണ്ടോ മക്കളെ കൊണ്ടോ നമുക്ക് എന്തും ദുഃഖ ദുരിതം ഉണ്ടാവും. എന്തിനാണ്? നമ്മൾ നേരായ വഴിയിലേക്ക് നടക്കാൻ, ഈശ്വരങ്ങളിലേക്ക് നടക്കണമെങ്കിൽ ഇതൊക്കെ മാറിയേ പറ്റൂ. അതുകൊണ്ട് ഇദ്ദേഹം മനസ്സിലാക്കി, എനിക്ക് സുഖ ദുഃഖ ഹേതു ഈ ജനമല്ല, ഈ ജനങ്ങളാരും എന്നെ ഒന്നും ചെയ്തില്ല. പിന്നെയോ ദേവതാത്മാക്കളുമല്ല, ദേവന്മാരുമല്ല, ഗ്രഹം കർമ്മവും കാലമേവം ഇതൊന്നുമല്ല. അതായത് ഇവിടുത്തെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു, ഇതൊന്നുമല്ല. കാലഭേദങ്ങളുമല്ല, ഗ്രഹമല്ല, എൻ്റെ കർമ്മവുമല്ല, ഏവം ഒന്നുമല്ല. എന്താ പിന്നെ? സംസാര ചക്ര ദുഃഖ മൂല കാരണമാകും. ഈ സംസാരത്തിൽ, ഈ പ്രപഞ്ചത്തിൽ സംസാര ചക്ര ദുഃഖമൂലം. നമുക്ക് ഇവിടെ നമ്മൾ എങ്ങനെയാ വന്നത്? ദുഃഖം സുഖമായാലും നമ്മളെ കർമ്മം കൊണ്ടാണ്. സംസാര ചക്ര ദുഃഖമൂല കാരണമാകും മനസ്സ് തന്നെ നൂനം. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മുടെ വീണ്ടും വീണ്ടും ജനിച്ചു വരുന്നത്. അപ്പോൾ നമുക്കുള്ള കർമ്മവാസന കൊണ്ടല്ലേ നമ്മൾ വരുന്നത്. അതിന് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കൾ കുറ്റം ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭർത്താവ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ആരുമല്ല, നമ്മുടെ മനസ്സാണ് കാരണം. നമ്മുടെ മനസ്സിൻ്റെ ആക്രാന്തം പോരാ, അത് പോരാ, ഇത് പോരാ, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന് മനസ്സിങ്ങനെ ഭ്രമിച്ച് ദേഹം വടിയുമ്പോൾ ആ ഗുണവും പേറി പോയിട്ട് അടുത്തൊരു ശരീരം എടുത്ത് നമ്മൾ ഇതും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമുക്കുള്ള കർമ്മവാസന കൊണ്ട് വന്നാൽ നമ്മൾ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം? ഭർത്താവും മക്കളും അവർക്കുള്ള കാര്യം അവർ ചെയ്യുന്നു, നമ്മുടെ കർമ്മവാസന നമ്മൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, എനിക്ക് സുഖദുഃഖ ഹേതു ഈ ജനമല്ല, ദേവതാത്മാക്കളും അല്ല, ഗ്രഹം കർമ്മവും കാലം ഇതൊന്നുമല്ല, സംസാര ചക്രം. ഈ ലോകം, ഈ പ്രപഞ്ചം സംസാരമാണ്. ഈ സംസാര ചക്ര ദുഃഖമൂലമാണ്. ഈ സംസാരത്തിൻ്റെ ദുഃഖ കാരണം ആകും മനസ്സാണ്. ഇവിടെ വന്ന് കഷ്ടപ്പെടുത്തുന്നത്, എന്നെ ഭാര്യ വെറുത്തു, എന്നെ അവർ ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ആ ദുഃഖത്തിന് കാരണം എന്താണ്? എൻ്റെ മനസ്സ് തന്നെയാണ്. അദ്ദേഹം എന്തുകൊണ്ട് മനസ്സിലാക്കി? ഈ ഭഗവാൻ കൊടുത്ത ഈ ഉപദേശങ്ങളെല്ലാം അദ്ദേഹമൊക്കെ ഇതൊക്കെ ഇറങ്ങി സഞ്ചരിച്ച വഴിക്ക് ഇതൊക്കെ മനസ്സിലായി. ഒരു മുനിയായി വെറുതെ ആയതല്ല, ഇതൊക്കെ പഠിച്ചു ഗ്രഹിച്ച് നടന്ന് പല ക്ഷേത്രങ്ങളിലും സജ്ജനമായിട്ടൊക്കെ സമ്പർക്കം ചെയ്തും മറ്റുള്ളവർ പറയുന്ന കേട്ടും നന്നായി പാഠം ചെയ്ത് മുനിയായി വന്നതാ. ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ല.
അദ്ദേഹം കറങ്ങി കറങ്ങി നടന്ന് നടന്ന് ത്രിവേണി പോയി സ്നാനം ചെയ്ത് ക്ഷേത്രത്തിൽ പോയി വന്ദനം ചെയ്തു. അവിടുന്ന് ഭിക്ഷയായി കിട്ടി അന്നം കഴിച്ചു. ഇതൊക്കെ എന്നിട്ട് എന്ത് ചെയ്ത് നദീതീരത്ത് വാണപ്പോൾ കുറേ ദുഷ്ടന്മാർ മലമൂത്രങ്ങളെല്ലാം മൂർധാവിൽ എറിഞ്ഞു, അടിച്ചു, പിടിച്ചു കെട്ടി. ഇതൊക്കെ ചെയ്യുന്നതെല്ലാം എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമായിരുന്നു. എൻ്റെ മനസ്സിനകത്ത് ചെയ്തു വെച്ച കർമ്മത്തിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. അല്ലാതെ അവരാരും ഒരു കുറ്റം ചെയ്തില്ല. അതുകൊണ്ട് എല്ലാത്തിനും കാരണം സംസാര ചക്ര ദുഃഖ മൂലത്തിനെല്ലാം കാരണമാകുന്നത് എൻ്റെ മനസ്സ് തന്നെ നൂനം. നമുക്ക് ഇത്രയും മതി. ഇന്ന് എല്ലാവർക്കും നമസ്കാരം. നാളെ എനിക്ക് ഇതാണ് രാമായണമാണ് മക്കളെ. ഇത് നമുക്ക് ഇന്നിവിടെ നിർത്താം. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഇത്രയും മതി. നമ്മൾ ദിവസേന ഇത് മനനം ചെയ്താൽ മതി. നമ്മളിങ്ങനെ ആയിത്തീരല വേണ്ടേ. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളു. ഒരു യഥാർത്ഥ ഒരു ജ്ഞാനിയായി, ഒരു പരമഭക്തനായി ഭഗവാനിൽ പരമപദം പ്രാപിപ്പാൻ ഇതിനകത്ത് സർവ്വതും ഈ ഒരു ഭിക്ഷുഗീതയ്ക്ക് തന്നെ കിടപ്പുണ്ട്. ഇതത്രയും നന്നായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ നമ്മളൊരു സൽഗുണനായി തീരും. അപ്പം നമുക്ക് വേണ്ടതെല്ലാം അത് വന്നു ചേരും. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് നാളെ രാമായണമാണ്. കാരണം കുറച്ച് മക്കളിനെ എന്നെ വിളിച്ച് പറഞ്ഞു മക്കളെ. അതുകൊണ്ടാണ് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.